യുവർ പേരൻസ്. മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക. മാതാപിതാക്കളെയൊക്കെ വില മതിക്കുക. നമ്മൾ കൽപ്പനകളെക്കുറിച്ച് 10 കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ദൈവം നമ്മുടെ ഫൗണ്ടേഷനാണ്. അത് കൽപ്പനകൾ പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തിനെക്കാട്ടിൽ കൂടുതൽ കൃപയിലാണ്. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങൾ കൃപയിൽ ഏറ്റെടുക്കാനുള്ള കൃപയില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം വെള്ളത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ 10 കൽപ്പനകൾ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പദവിയാണ് നമ്മൾ യേശുക്രിസ്തുവിൽ ജീവിക്കുന്നത്. അപ്പം ഫൗണ്ടേഷൻ ഈസ് ദെയർ. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 10 കൽപ്പന. ഞാൻ സൗദി വെച്ചൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് അവൻ നല്ല കൃപയുള്ള ദൈവകൃപയും ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ഒരു കുടുംബം. അവിടുത്തെ ഒരു മകന് കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവന് നമ്മളീ പ്രായം ചെല്ലുന്നവർ ചെല്ലുമ്പോൾ ദൈവാത്മ അവർക്ക് നല്ല ബഹുമാനമാണ്. കാരണം ആ അപ്പനും അമ്മയും കൊടുക്കുന്ന ബഹുമാനം നമ്മളെ കാണിക്കും. അപ്പം ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു പുതിയ വീട്ടിലോട്ട് കയറി താമസിക്കുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമുക്ക് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ടിക് 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 ഇങ്ങനെ ഈ പല വരകൾ ഇങ്ങനെ എഴുതി വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണ് എനിക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ എഴുതി മുമ്പിൽ വരുന്നത്. ആ പ്രാർത്ഥന നിർത്തി കഴിഞ്ഞപ്പോൾ ആ മകനും പറഞ്ഞു ആൻറ്റി എൻ്റെ മുമ്പിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും അത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം 5 വയസ്സുള്ള കുട്ടിയോട് എന്നാ പറയാൻ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മകനെ ദൈവം എന്തൊക്കെയോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, വരച്ചും ഒക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അപ്പച്ചൻ തന്നെ പഠിപ്പിക്കാൻ പോവുക നിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഏറ്റെടുത്തു. കുറേ നാൾ കഴിഞ്ഞ് ഈ അടുത്തിടെ ഞങ്ങൾ ആ ഒരു കാര്യം തന്നെ സംസാരിച്ചപ്പോൾ അമ്മ പറയുകയാണ്, അവൻ പിന്നെ എന്നോട് പറഞ്ഞു മമ്മി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, ആ എഴുതി കാണിച്ചെല്ലാം 10 കൽപ്പനയായിരുന്നു. അപ്പോൾ 10 കൽപ്പന അവൻ്റെ ഹൃദയത്തിൽ അന്ന് എഴുതി കൊടുത്തു. അതാണ് ഒരു പ്രാർത്ഥനയുടെ ബലം കണ്ടത്. ആരാ വന്ന് പ്രാർത്ഥിക്കുന്നതെന്നുള്ളതല്ല, നമ്മൾ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവുള്ളവർ പ്രാർത്ഥിച്ചാൽ അവരെ തലമുറയ്ക്ക് അത് ഐശ്വര്യമായി മാറും. ഈ 10 കൽപ്പനകളിൽ ഈ ഏകദേശം 5-ാമത്തെ നമുക്ക് വായിച്ചു നോക്കാം. 10 കൽപ്പന ആവർത്തന പുസ്തകത്തിനകത്ത് ഏകദേശം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് 10 കൽപ്പനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, നമുക്കത് വായിക്കാം. 5-ാം അധ്യായത്തിൽ ആവർത്തന പുസ്തകത്തിന് ദൈവം യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഒന്നാണ്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ ഇതാണ് 2-ാമത്തേത്. 1-ാമത് ദൈവം യഹോവ, ഐ ആം ദ ഓൺലി ഗോഡ്, ദർ ഷുഡ് നോട്ട് ബി എനി അതർ ഗോഡ്. 1-ാം കൽപ്പന. 2-ാം കൽപ്പന ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടാണ്. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് വീണ്ടും ദൈവം പറയിപ്പിക്കുന്നു. ശ്രദ്ധ വെച്ചത് കേൾക്കുന്നതെന്നല്ല. വിഗ്രഹമുണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്ന അത്ര മതി. അത് മൂന്നാം തലമുറ വരെ ദൈവം 3-ഉം 4-ഉം തലമുറ വരെ ദൈവം പാപത്തിൻ്റെ അതായത് പാപം ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് വരും. പക്ഷേ 1000 തലമുറയോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നവർക്ക്. അതൊന്ന് വായിക്കാം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം കണ്ടോ, പൂർവ്വന്മാരുടെ പാപത്തെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. കണ്ടോ, അതാണ്. എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു വലിയൊരു പ്രാധാന്യമില്ല. എന്താണ് ദൈവം പറയുന്നത്? വേറൊരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് തന്നെയല്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ മാറ്റിവെച്ച് എന്നെ കയറ്റി വെച്ചാൽ പലപ്പോഴും കുടുംബജീവിതത്തിൻ്റെ ഡിവോഴ്സ് ഉണ്ടാകുന്നതിൽ ഞാനൊരു കാണുന്നത് പുരുഷൻ സ്ത്രീയെ ദൈവത്തായിട്ട് കയറ്റി വെക്കും, സ്ത്രീ പുരുഷനെ ദൈവമായിട്ട് കയറ്റി വെക്കും. ദൈവം അവിടെ ഒന്നുമില്ല. പിന്നെ അവസാനം അവർ വഴക്കുണ്ടായി. ആദ്യം ഏതാണ്ട് വലിയ കഴിവുള്ളവരാണെന്ന് ചിന്തിച്ച് പിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ പിച്ചി കീറി കുടുംബം മാറുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ദൈവം നടുക്കില്ല. ദൈവത്തെ ആരാധിക്കേണ്ടിയ നാം വിഗ്രഹമാക്കി നമ്മൾ സ്നേഹിക്കുന്ന എന്തിന്? അബ്രഹാമിന് വിഗ്രഹമായിരുന്നു ഇസഹാക്ക്.
നീ സ്നേഹിക്കുന്ന ദൈവത്തെക്കാട്ടിൽ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. 100 വയസ്സിൽ കിട്ടിയ ഒരു മകനെ സ്നേഹിക്കത്തില്ലെന്ന് സ്നേഹിക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പാടാം. പക്ഷെ ദൈവം നോക്കുമ്പം ദൈവത്തെക്കാട്ടിൽ നീ എന്ത് കൂടുതൽ സ്നേഹിച്ചോ അവിടെ ആപത്ത് വരും, അത് പ്രശ്നമായി മാറും. അതുകൊണ്ട് ദൈവം പറയുന്നത് വേറൊന്നിനെ നീ ആരാധിക്കരുത്, സ്നേഹിക്കരുത്. ഇന്നത്തെ പൂർവ്വന്മാരുടെ ശാപം 3, 4 തലമുറ വരെ ഉള്ളൂ. പക്ഷെ നന്മ ചെയ്യുന്നത് 1000 തലമുറ വരെ, 1000 തലമുറ നിൽക്കുമെങ്കിൽ തീർത്തും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. എങ്ങനെ ഒത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരിൽ എത്രയോ നന്മകളുണ്ട്. അവരുടെ നന്മകൾ കൊണ്ടല്ലേ നമ്മൾ. അപ്പം നമുക്ക് പറയാനൊരു പ്രാഗൽഭ്യം. ഈ നമ്മൾ കൽപ്പനകൾ വായിച്ചിട്ട് അതിൽ വെച്ച്, അതായത് ക്ഷമ എന്ന് പറയുന്ന പോലെ അത് എനിക്ക് കേൾക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് എൻ്റേതാക്കി പറയുമ്പം അത് സംഭവിക്കും. കാരണം വചനത്തിന് തെറ്റുപറ്റത്തില്ലല്ലോ. പിന്നെ 3-ാം കൽപ്പനയാണ് നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. തൻ്റെ നാമം വൃഥ എടുക്കുന്നവൻ യഹോവ ശിക്ഷിക്കാതെ. 4-ാം കൽപ്പനയാണ് ശബദാചരിക്കുക. ശബദാചരിക്കണം. ഒരു 6-ാം ദിവസം, അതായത് നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബദ് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കുക. ശബദ് ശുദ്ധീകരണത്തിൻ്റെ ദിവസം. 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യും. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ സ്കൂളുകളിലെ പരീക്ഷ ഞായറാഴ്ച ദിവസം, സ്പോർട്സിൻ്റെ കൂട്ടം ഉണ്ടെങ്കിൽ ഞായറാഴ്ച പരീക്ഷ, ഗവൺമെൻറ് എക്സാം ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം, എന്തെല്ലാം പ്രധാന ദിവസങ്ങളുണ്ടോ ഞായറാഴ്ച ദിവസം വെച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട്ലി റിബെല്ലിങ് അഗൈൻസ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗോഡ്. അതിപ്പം എൻ്റെ പിള്ളേർ പഠിക്കാൻ പോകുമ്പം എനിക്കിപ്പം മാറ്റാൻ വെക്കും, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാറ്റാൻ വെക്കും. പക്ഷെ ആരും ചെയ്യുന്നില്ല. ബിക്കോസ് സ്വാർത്ഥമായ ചിന്ത കയറി വരുന്നു. ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് വയ്യാതെ മാറുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് രാജാവിൻ്റെ കൽപ്പനയെക്കാട്ടിലും പ്രാധാന്യമുണ്ടെന്ന് ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞതുപോലെ ഒരാൾ പോലും ഇപ്പം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അടുത്തതിലേക്ക് കയറാം. 5-ാം കൽപ്പനയാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും. 5 ഓർക്കാൻ, 5 കൃപയാണ്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കണ്ടോ? ദീർഘായുസ് ഉണ്ടാകുക തന്നെയല്ല, നിനക്ക് ദേശത്ത് നന്മയും പുഷ്ടിയും ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും പറയുകയാണ് അപ്പനമ്മയെ ബഹുമാനിക്കണമെന്ന്. കൽപ്പനകൾ മാറിയിട്ടില്ല. നമ്മൾ പഴയ നിയമത്തിൻ്റെ കൽപ്പനകളുടെ സ്വരൂപമാണ് യേശുക്രിസ്തു. 2 കൽപ്പനയെ പിന്നെ ദൈവം കൊടുത്തിട്ടുള്ളൂ. നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോട് ആരാധിക്കുക എന്ന് പറയുമ്പം ദൈവം എനിക്ക് പൂർണ്ണത വന്നു കഴിഞ്ഞാൽ ദൈവം പറയുന്നതിന് വിലയുണ്ട്. ആ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നത്തെ കൽപ്പനകൾ ഇപ്പം 5-ാം കൽപ്പനയുടെ കാര്യത്തിനാണ് ഈ കൽപ്പന വായിച്ചു വന്നത്. 6 കൊല ചെയ്യരുത്, 7 വ്യഭിചാരം ചെയ്യരുത്, 8 മോഷ്ടിക്കരുത്, 9 കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, 10 കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അവൻ്റെ യാതൊന്നും നീ എടുക്കണ്ട. തീർന്നില്ലേ? എത്ര ഭംഗിയായിട്ട് 10 കൽപ്പനകൾ മനുഷ്യന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ പറഞ്ഞു തന്നിട്ടും നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, അല്ലെ അവരെ നോക്കുന്നത് സെക്കൻഡറി ആയിട്ട് ചിന്തിക്കുന്ന എത്രയോ വിശ്വാസികളാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. അപ്പനമ്മയെ ബഹുമാനിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പനമ്മയ്ക്ക് വേണ്ടത് സമയത്ത് നമ്മൾ ജോലിക്ക് പോകേണ്ടെന്നല്ല, അവർക്ക് വേണ്ടത് കരുതാനുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ അടുത്തിടെ തന്നെ ഒരാൾ അവരുടെ അപ്പനും അമ്മയും അവർക്ക് പുറത്തോട്ട് പോകണം, എന്ത് ചെയ്യണം? 2 അവർക്ക് സഹായിക്കാൻ വിശ്വസ്തർ. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ദൈവം ഒരാളെ കാണിച്ചു കൊടുത്തു. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന അടഞ്ഞ വാതിലുകൾ പലതും ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പം ദൈവം തുറന്നു തരും. പക്ഷെ അതിനൊന്നും ആരും ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ദൈവത്തിൻ്റെ നമ്മുടെ അപ്പനമ്മമാരുടെ നന്മ, അവരുടെ സന്തോഷം, അവരെ സന്തോഷിപ്പിക്കുന്നത് എനിക്കും എൻ്റെ തലമുറകൾക്കും ഐശ്വര്യമാവും അനുഗ്രഹം, അതൊരു നിലനിൽപ്പിൻ്റെ ആശ്രയമാണ്. നമ്മൾ എന്ത് അപ്പനമ്മമാർക്ക് ചെയ്തു കൊടുക്കുന്നുവോ അത് നമുക്ക് ഐശ്വര്യം ഇരട്ടിയല്ല 7 ഇരട്ടിയായിട്ട് തിരിച്ചു കയറി വരും. അപ്പോൾ ഇത് കുടുംബത്തിലല്ലാതെ എവിടെയാണ് കാണുന്നത്? 70 വയസ്സുള്ളവരെ പൊന്നാടയിട്ട് ആദരിക്കും. സമൂഹം ചെയ്യുമോ? 80 വയസ്സുള്ളവരെ വീട്ടിൽ പോയി കൊണ്ടുവരും. സമൂഹം ചെയ്യുമോ? അവർക്കൊരാപത്ത് വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. കുടുംബമല്ലേ?
പ്രായമുള്ളവരെ അവരെ തള്ളിക്കളഞ്ഞയച്ച് അങ്ങനെ ജീവിക്കുന്നതിന് പകരം അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പ്രയാസ സമയത്ത് അവരെ നോക്കിയാൽ അടുത്ത തലമുറ അത് കണ്ടുപഠിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ് ദൈവം ചെയ്യാൻ പറയുന്നത്? നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ ചെയ്ത് കാണിക്കുമ്പോൾ ഐശ്വര്യം താനെ വീട്ടിൽ കയറി വരും. അവിടെയൊക്കെ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരിക. പിന്നെ സ്വന്തം അപ്പനും അമ്മയും നോക്കാൻ സാധിക്കാതെ പോയെങ്കിൽ വേറെ എത്രയോ അപ്പനമ്മമാർ സഹായത്തിന് ആവശ്യമുള്ളവരുണ്ട്, അവരെ സഹായിക്കുക. ഇതെല്ലാം കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത്, ഇതെല്ലാം സ്കൂളിൽ നിന്നല്ല പഠിക്കുന്നത്. ഇതൊക്കെ ചർച്ചാണ് ലീഡർഷിപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. ചർച്ചുകളെല്ലാം ആർക്കും നേരെയില്ല, പലർക്കും ചർച്ചിനൊന്നും നേരെയില്ല. കാരണം അവരുടെ കുറ്റമല്ല. ഒരു ചർച്ചിലെ സംഖ്യ 100-ൽ കൂടുതലായാൽ എങ്ങനെ അവർ പരിപാലിക്കും? പറ. 1000 മെമ്പേഴ്സ് ഒരു ചർച്ചിലുണ്ടെങ്കിൽ എങ്ങനെ പരിപാലിക്കും? ഈ മെഗാ ചർച്ചുകൾ ഒരു സ്മോൾ സെൽ ഉണ്ടാക്കുന്ന പക്ഷേ എങ്ങനെ പരിഹരിക്കും? പറ. അങ്ങനെ അല്ലല്ലോ. ഓരോ മുക്കിലും ചേർച്ച് ദൈവം പണ്ട് വെച്ചിരുന്ന എന്തിനാ? ആ സമൂഹത്തിൽ അവിടെ ഉള്ളവരുടെ കാര്യം നോക്കാൻ. നമ്പർ കൂടുമ്പോൾ നമുക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി അവസാനം എന്ത് പറയും? സ്മോൾ ചർച്ചസ് വരും. ഈ ചർച്ചുകളെല്ലാം അങ്ങനെ തന്നെ നിൽക്കും. ചെറിയ ചെറിയ ആരാധനാ കൂട്ടങ്ങൾ വരും. കാരണം വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റിയത് ചെറിയ ഗ്രൂപ്പിലാണ്. അങ്ങനെ ഒരു കാലം വരും. ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ പോയാൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇംഗ്ലണ്ടിലൊക്കെ കാലം ചെന്നപ്പോഴേ അവിടെ 40 വർഷം മുമ്പ് അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? പള്ളികളെല്ലാം ബാറായിട്ടും പിന്നെ ഷോപ്പിംഗ് മാളായിട്ടും മാറുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മളില്ല ഇംഗ്ലണ്ടിൽ പോകുമ്പം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ പള്ളിയും പട്ടക്കാരും ഒന്നുമില്ല. ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ എങ്ങനെ വരുന്നു? അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു കുടുംബത്തെ ഉറപ്പിച്ചു വെക്കുക. 20 പേര് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു ചർച്ചല്ലേ അത്? അങ്ങനെ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു അവരുടെ ചർച്ചിൽ ആ കൂടി 20 മെമ്പറേ ഉള്ളൂ. അതൊരു ചർച്ചാണ്, ചെറിയ സഭ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അപ്പനമ്മമാരെ ബഹുമാനിക്കണം, ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, മക്കളെ മക്കൾക്ക് വേണ്ടതായിട്ടുള്ള പിന്നെ പ്രൊവിഷനും പ്രൊട്ടക്ഷനും കൊടുക്കണം. അതായത് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രൊട്ടക്ഷൻ, അതായത് അവരുടെ പിന്നെ ജീവൻ്റെ നിലനിൽപ്പും അവരെ കരുതുന്നതും ഭവനങ്ങളിലാണ്. ഒരമ്മയും അപ്പനും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ മക്കളെ പുറത്ത് വിടാവൂ. ഈ കാലങ്ങളിൽ ഇത് കണ്ണിൻ്റെ മുമ്പ് വെച്ച് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന കാലങ്ങളാണ്. അറിയാൻ പറ്റും, നിങ്ങൾക്കൊക്കെ അറിയാൻ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ഒരു പ്രാവശ്യം കേട്ടില്ല, ഈവൻ ലൂലു മാളി വെച്ച് തന്നെ ഒരു കൊച്ചിനെ നിമിഷത്തിനകം അവർ പിടിച്ചു. അവരുടെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞു, ഉടുപ്പും മാറി ആൾ വേറെ ആക്കി വെച്ചെന്നു. പിന്നെ അവർ എല്ലാ ഷട്ടറും അടിച്ചതുകൊണ്ട് കുഞ്ഞിനെ ബാത്റൂമിനകത്തുനിന്ന് കണ്ടുകിട്ടി. കണ്ണിൻ്റെ മുമ്പിൽ മാറിപ്പോകുന്ന ഒരു കാലത്ത് കൂടുതൽ ശ്രദ്ധയോടെ കുടുംബം ഒന്നിച്ച് നിന്ന് എല്ലാവരും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, മക്കൾ അപ്പനും അമ്മയുടെയും അപ്പനമ്മമാർ മാതാപിതാക്കളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥ, പ്രാർത്ഥനയിലേക്ക് കടന്നു വരികയാണ്. അപ്പച്ച, ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരെ കരുതുകയും കൊടുക്കേണ്ട ആദരവ് കൊടുക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു തലമുറ 10 കൽപ്പന മാറ്റമില്ലാത്ത നിൻ്റെ കൽപ്പനയാണ്. അത് 2ആയിട്ട് വിഭജിച്ച് ചെറുക്കി തന്നെങ്കിലും ക്രിസ്തുവിൽ ഇതെല്ലാം നിക്ഷിപ്തമാണ്. ദൈവം തമ്പുരാൻ യേശു പോലും ഒരു കുടുംബത്തിലാണ് ഉണ്ടായത്. കർത്താവിന് ദൈവം തമ്പുരാൻ വേണം യേശുവിനെ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ യേശുവിന് വേണ്ടി ഒരു കുടുംബം അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്ത ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രസ്ഥാനം ഇന്നുവരെയും നിലനിൽക്കുന്നതിനെ ഉടച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്ന പിശാചിൻ്റെ തല തെറിച്ചു പോകണം. ഇവൻ്റെ തല, ഈ ദാഗോൻ്റെ തല തെറിച്ചു പോയൊക്കത്തുള്ള പിശ. കുടുംബമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നത്. തോന്നുന്നതുപോലെ അവനവൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ വേദപുസ്തകത്തിന് വിപരീതമായിട്ടുണ്ടാക്കി വെച്ച് അത് സത്യമാണെന്നും പറഞ്ഞ് വിളിച്ചു പറയുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ജീവിക്കുന്നത്. എൻ്റെ വേദപുസ്തകത്തിൻ്റെ താളുകൾ ജീവൻ വെക്കട്ടെ, അതിന് തീ ഉണ്ടാകട്ടെ അപ്പച്ച, അവിടെ പ്രകാശം വരട്ടെ അപ്പച്ച. അത് ഹൃദയം കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവരുടെ ചെവി ചെന്ന് പറ്റട്ടെ അപ്പച്ച. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. കേൾക്കാൻ സമയമായി അപ്പച്ച. സ്വർഗത്തിലെ 2-ാം സ്വർഗത്തിലെ യുദ്ധത്തിൽ ഈ വചനം ദിനം പ്രതി പറയുന്നോ അവിടെ ഒരു ജയത്തിൻ്റെ കൊടിയുയർത്തണം.
തീയുടെ മതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കെട്ടിത്തരണം. ശത്രു അകത്ത് കയറാൻ ഒക്കത്തില്ല കർത്താവെ. കുടുംബത്തെ മാനിപ്പിച്ച ദൈവം, കുടുംബമായിട്ട് കർത്താവെ, ആപ്പച്ചൻ തൻ്റെ സ്വന്തപുത്രനെ ഒരു കുടുംബത്തിലാണ് അയച്ചത് എങ്കിൽ ഞങ്ങളുടെ തലമുറകളുടെ മേലും നിൻ്റെ പ്രൊട്ടക്ഷൻ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.